അപ്പോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് 18/4/2026 നമ്മുടെ പ്രിയപ്പെട്ട അക്ഷത് കിരൺ വന്ന് നമ്മുടെ റിവർ 8 തവണ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന ഒരു അനുഭവങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വന്ന അനുഭവങ്ങളും വന്നതും നിങ്ങളുടെ അനുഭവം ഇപ്പം വരെ ഉള്ളതൊന്ന് പങ്കുവയ്ക്കാം. ഇവൻ മുന്നേ 2-3 സ്ഥലത്ത് പോയിട്ടുണ്ട്. മൈക്കടുത്ത് ഇവൻ മുന്നേ 2-3 സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഇവന് പറ്റിയിട്ടില്ല. ഇവൻ എന്തോ ബ്രീത്തിങ് ഇഷ്യൂ, ആ സംഭവം വെള്ളത്തിലൂടെ താണു പോവും. അങ്ങനെ വന്ന് ഇവന്റെ ഇനി പറ്റില്ല എന്നായി. അപ്പൊ ഇവിടെ വരുന്നതിനേക്കാൾ മുന്നേ ഇവൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതാണ് എന്റെ ലാസ്റ്റ്, ഇത് ഞാൻ പോകില്ല, ഇത് പഠിച്ചില്ലെങ്കിൽ എന്നെ വേറെ എവിടെയും വിടരുത് എന്നുള്ളതിലാണ് ഇവൻ വന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, ഇല്ല സാറ് ഇനി ഓക്കെ ആക്കി തരും, ഇതില്ലെങ്കിൽ നീ വേറെ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസമാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഇപ്പൊ അവന്റെ എല്ലാ ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ മാറി കിട്ടി. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മുങ്ങാത്ത വിധത്തിൽ എത്ര മണിക്കൂർ തന്നെ നീന്താന്നുള്ള അത് കപ്പാസിറ്റി ഇവൻ എത്തിയിട്ടുണ്ട്. ഇപ്പം എത്ര തവണ ക്രോസ് ചെയ്തു? ഇവനത് 8 തവണ ഇപ്പം ക്രോസ് ചെയ്തു. ഇനിയും ചെയ്യാം, പക്ഷെ നമുക്ക് ട്രെയിൻ പോകേണ്ട സമയമില്ലാത്തത് കൊണ്ട് ആണ് നിർത്തിയിരിക്കുന്നത്. നീന്താൻ പഠിക്കേണ്ടുന്നവർക്ക് ഞാനിപ്പോ മറ്റൊരു സാധാരണഗതിയിൽ ഞാൻ നീന്താൻ പഠിക്കാന്നുള്ളൊരു പരസ്യം വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ ആളുകൾ പോകുന്നുണ്ട്, പഠിച്ചിട്ട് പരാജയപ്പെടുന്നവർ ഒരുപാടുണ്ട്. ആ പഠിച്ചിട്ട് പരാജയപ്പെടുന്നവർക്ക് മാത്രമായിട്ടൊരു കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് ആക്കാന്ന പേടി മാറണം. പക്ഷെ ഇവന് മുന്നേ പോയപ്പോ ഇതുവരെ പേടി മാറിയിട്ടില്ല. ഇവന് കുറച്ച് സ്ഥലത്ത് അയച്ചിട്ട് പിന്നെ കുളത്തിലൊക്കെ കൊണ്ടുപോകാൻ പോയപ്പോഴും ഇവന് പട പിടിച്ച് കളിക്കാന്നല്ലാണ്ട് ഇവന് അതിനപ്പുറത്തോട്ട് പോയില്ല. അതിനകത്ത് ഞാൻ കാണുന്ന അതൊരു നല്ല വശമാണ്. കാരണം നമ്മൾ അതിന് പ്രാപ്തി അവൻ നോക്കി ഇത് നല്ല വശമാണെന്ന് പറഞ്ഞപ്പോ എന്തുവാണ് നല്ല വശമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ അതിന് പ്രാപ്തി നേടാതിരിക്കുമ്പോൾ, നമ്മൾക്ക് അതിനുള്ള കഴിവില്ലാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പേടി നല്ലതാണ്. അത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. കാരണം നമ്മൾ ആ കഴിവ് ആർജിക്കാതിരുന്നിട്ട് ആത്മവിശ്വാസം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടിപ്പോയി കഴിഞ്ഞാൽ ജീവനാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ആ പേടി നല്ലതായിരുന്നു. ആ പേടി മാറ്റാനുള്ള പണി നമ്മൾ എടുത്തു കഴിയുമ്പോൾ പ്രശ്നമില്ല. എന്തായാലും കോൺഫിഡൻസ് ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാന്നുള്ളൊരു ധൈര്യം നമുക്ക്. ഇതിപ്പം ധൈര്യം മറ്റത് അതല്ല ഞാൻ പറയുന്നത്. പേടിക്കേണ്ടെന്നൊരു പേടിക്കുക. ഇവന്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഇവന് അങ്ങോട്ട് മൂവ് ചെയ്യില്ല ഫ്രണ്ടിലോട്ട്. എന്നാലും ഫ്രണ്ടിലോട്ട് ഇവൻ പോവില്ല, പേടിയായിരുന്നു. എന്തായാലും എല്ലാരും കുറെ ശ്രമങ്ങൾ നടത്തിയതാണ്. അതല്ല ഇപ്പൊ ഇവർ ഇത്രയും നീന്തിയത് ഇപ്പൊ സാർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം സാറ് പിടിക്കുന്നുള്ള കോൺഫിഡൻസ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും സ്ലോ ആയിട്ടുള്ളവരെങ്കിൽ മുറുകെ പിടിച്ച് അവർ കൂടെ നിന്നാൽ വേറെ ആൾക്ക് കോൺഫിഡൻസ് ഞാൻ പോവാറില്ല. കുറച്ച് പോകാൻ ഇവൻ ബാക്കോട്ട് അടിക്കും, ഇവൻ ആ പേടി തുടങ്ങും. പക്ഷെ ഇവൻ സാറിനടുത്ത് ഒട്ടുവൻ ആ ഒരു പേടി ഇവൻ കാണിച്ചിട്ടില്ല. അത് സാറിനുള്ള വിശ്വാസം കൊണ്ടും കൂടിയാ. ഓക്കെ, എന്തായാലും സന്തോഷം, അഭിനന്ദനങ്ങൾ മോന്, പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം അതിനേക്കാളുപരി ഈ തലത്തിൽ കാരണം 2 സ്ഥലത്ത് പോയി പരാജയപ്പെട്ടിട്ടും അതിനെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയ രക്ഷിതാക്കളായ നിങ്ങൾക്കും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാവരും. ഇവൻ 5ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നീ അപ്പോഴേ പഠിക്കാൻ പോയിട്ടുണ്ട് ഓരോ കുളത്തിലും? ഇല്ലില്ല, നീ 5ന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 വർഷമായി കണ്ടിന്യൂസ് പോവില്ല. ഓരോ വെക്കേഷന് പോവും, പിന്നെ സ്റ്റോപ്പ്. ജൂണിൽ പോവും, മഴ തീരുന്നവരെ പോവും, പിന്നെ സ്റ്റോപ്പ് ആവും, കുറച്ച് 10 ദിവസം എടുക്കും. അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും അവസാനം വന്ന് വീണ കേന്ദ്രം നല്ല കേന്ദ്രത്തിൽ തന്നെയായി. അതുകൊണ്ട് എന്തായാലും നന്നായി. കാരണം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ അവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. എന്തായാലും നന്നായി, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.